അത്ഭുത പ്രവർത്തികയായ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ഒക്ടോബർ 11, 12 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി, മറ്റാരും നൽകാത്ത മൂല്യം. ഒക്ടോബർ 8 ബുധനാഴ്ച 4 മണിക്ക് ജപമാല ലതീന് കൊടിയേറ്റും. തുടർന്ന് ടൗൺ കപ്പേളയിലേക്ക് പ്രദക്ഷിണം. 5:30 ആഘോഷമായ വിശുദ്ധ കുർബാന. ഒക്ടോബർ 11 ശനിയാഴ്ച രാവിലെ 5:30 വിശുദ്ധ കുർബാന, തുടർന്ന് പൂവങ്കായ വെഞ്ചരിപ്പ്. തിരുനാൾ ദിനമായ ഒക്ടോബർ 12 ഞായറാഴ്ച രാവിലെ 5 മണിക്ക് കൂട് തുറക്കൽ, തുടർന്ന് വിശുദ്ധ കുർബാനകൾ. രാത്രി 11:30 രൂപം അകത്തേക്ക് കയറ്റിവെക്കൽ. ഒക്ടോബർ 18, 19 തീയതികളിൽ 8-ാം മടവും 25, 26 തീയതികളിൽ 15-ാം മടവും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി 8-ാം മടം ശനി ഞായർ ദിവസം ഇലുമിനേഷൻ വർണ്ണമഴ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യം, എമർജൻസി മെഡിക്കൽ സൗകര്യം, 200ഓളം പോലീസ് ഉദ്യോഗസ്ഥർ, 400ഓളം വളണ്ടിയർമാർ, അങ്ങനെ തീർത്ഥാടകർക്ക് കേന്ദ്രത്തിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വികാരി ഫാദർ ജോൺസൺ കക്കാട്, ട്രസ്റ്റിമാരായ ജൂലിയസ് ദേവസി വെളിയർ, ജോമോൻ ജോസ് പള്ളിപ്പാടൻ, തിരുനാൾ കൺവീനർ ജിഷോ മുള്ളുക്കര, ജോയിന്റ് കൺവീനർ സുനിൽ ജോസ് ഗോപുരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷത്തെ 2025 ഒക്ടോബർ മാസം തിരുനാളിന്റെ എല്ലാ ആരംഭങ്ങളും വളരെ ഭംഗിയായിട്ട് പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ നടത്തി ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളോടുകൂടി കൊരട്ടിമുത്തി അമ്മയുടെ തിരുനാളിന്റെ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ തരത്തിലുള്ള വോളണ്ടിയേഴ്സ് ഗ്രൂപ്പുകള്, വിവിധ തരത്തിലുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു. കച്ചവടത്തിനുള്ള സ്ഥലങ്ങളെല്ലാം ക്രമീകരിച്ചു. പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, ജനപ്രതിനിധികൾ, MLA, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എല്ലാമുള്ള മീറ്റിംഗുകൾ 2-3 തവണയായിട്ട് ഇവിടെ നടത്തിയിരുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ തിരുനാളിന്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ 2-ാം തീയതി മേലൂരിൽ നിന്ന് പൂവങ്കുല പ്രദക്ഷിണമായിട്ട് മുരുകൂര ഇടവകയോട് സഹകരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ നടയില് പൂവങ്കുല സമർപ്പണം നടത്തിയായിരുന്നു. ഇന്നലെ 5-ാം തീയതി ഒക്ടോബർ 5 ഞായറാഴ്ച തിരുനാളിന്റെ കൊരട്ടിമുത്തിയുടെ തിരുനാളിന്റെ ഒരുക്കമായിട്ട് വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ, ഈ ദിവസങ്ങളിൽ മുഴുവൻ രാവിലെയും വൈകുന്നേരവുമായിട്ട് ജപമാലകളും പ്രാർത്ഥനയുമായിട്ട് ദേവാലയം മുഴുവൻ പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ്. വലിയ തിരുനാളിന്റെ വലിയ ഒരുക്കത്തിലേക്ക് ചരിത്ര പ്രസിദ്ധമായ പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ 50 രൂപത്തിന്റെ താഴേക്ക് ഇറക്കുകയാണ്. 12-ാം തീയതി കാത്തിരിക്കുകയാണ് എല്ലാവരും. 8-ാം തീയതി കൊടികയറ്റമാണ്. 4 മണിക്ക് ജപമാലയും ആരാധനയും, പിന്നെ 4:30 കൊടികയറ്റം ടൗൺ കപ്പേളയിൽ വെച്ച് വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണമായിട്ട് അവിടേക്ക് പോകും. ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ടാക്സി ഡ്രൈവേഴ്സിന്റെയും സ്കൂൾ കുട്ടികളുടെയും വ്യാപാരി വ്യവസായികളുടെയും ഒക്കെ പൂങ്കുല സമർപ്പണങ്ങൾ ഇടയിലായിട്ട് നടക്കുന്നു. 9-ാം തീയതിയിലെ റോസറി വില്ലേജ് ഡേ ആണ്. അതിനോടൊപ്പം 10-ാം തീയതിയില് ഈ പ്രദേശത്തുള്ള ഇടവക ജനത്തിന്റെ പൂവങ്കുല സമർപ്പണമാണ് 10-ാം തീയതി. 11-ാം തീയതി തിരുനാളിന്റെ ദിവസം ചെറിയ പ്രദക്ഷിണങ്ങള് പള്ളിക്ക് ചുറ്റും മാത്രമായിട്ട് നടത്തുന്നു. 12-ാം തീയതി വെളുപ്പിന് 5 മണിക്കാണ് നമ്മള് പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ തിരുനാളിന്റെ ഏറ്റവും പ്രസിദ്ധമായ ജനം കാത്തിരിക്കുന്ന അത്ഭുത രൂപം അൽത്താരയിൽ നിന്ന് താഴേക്ക് ഇറക്കി പരസ്യ വണക്കത്തിനായിട്ട് വർഷത്തിൽ ഒരു തവണ മാത്രം എല്ലാവർക്കും ദർശനത്തിനായിട്ട് താഴേക്ക് ഇറക്കുന്നത്. അത് പ്രദക്ഷിണമായിട്ട് പള്ളിക്ക് തൊട്ടടുത്തുള്ള തിരുസന്നിധിയിൽ രൂപപ്പുരയായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരുക്കും. എല്ലാം ആ ഒരു ദിവസം മുഴുവൻ രാത്രി 11:30 വരെ അതിനുള്ള സൗകര്യമുണ്ട്. വൈകുന്നേരം പ്രദക്ഷിണമുണ്ടായിരിക്കും. എല്ലാവരുടെയും വലിയ സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ തിരുനാളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 8-ാം മടവും 15, 18, 19 തീയതികളിലാണ് 8-ാം മടം നടത്തുക. 25, 26 തീയതികളിൽ 15-ാം മടവുമായിട്ട് നടത്തുന്നു. ഇതിലുള്ള ദിവസങ്ങളിലെല്ലാം ജപമാലയും പ്രാർത്ഥനയും ആഘോഷങ്ങളുമായിട്ട് ദിവസം മുഴുവൻ ഈ പ്രദേശം മുഴുവൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ ആഘോഷങ്ങളിലേക്ക് പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ലഭിക്കാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സകലർക്കും അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന അമ്മ മുട്ടിലെഴിഞ്ഞ് വേദനിച്ചു വരുന്ന സകലരെയും സ്വന്തം ഹൃദയത്തോട് തന്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ മേലയ്ക്ക് കീഴിൽ പൊതിഞ്ഞു സൂക്ഷിക്കാനും അനുഗ്രഹിക്കപ്പെടാനും എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുങ്ങി കാത്തു നിൽക്കുന്നു.
ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് 8-ാം പഴത്തിന്റെ ശനി ഞായർ ഞങ്ങള് വർണ്ണമഴ എന്ന് പറഞ്ഞാൽ ഇലുമിനേഷനിലൂടെ ഞങ്ങളത് വർണ്ണമഴ ഒരുക്കിയിട്ടുണ്ട്. മുറ്റടി ചുറ്റും നമ്മള് ട്രാഫിക്കിന്റെ എല്ലാവർക്കും എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിപുലമായിട്ട്. അതിലോലം ഉടലായി നിൻ ശ്രീലക്ഷ്മി 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 സിൽക്സ് ചാലക്കുടി, മറ്റാരും നൽകാത്ത മൂല്യം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം. അവൾ വലതുകാൽ വെച്ച് കയറിയത് ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ്. അവളുടെ പുഞ്ചിരിയിൽ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പൂക്കാലം തന്നെയാണ്. കൈപുണ്യത്തിന്റെ മറ്റൊരു പേരും അവൾ തന്നെ. ജീവിതം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞതും അവളിലൂടെ തന്നെയാണ്. ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈങ് യുവർ ലൈഫ്.